പ്രതിസന്ധികൾ നീങ്ങി കരിച്ചാൽക്കടവ് സ്ലൂയിസ് കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ABM4 ബിൽഡേഴ്സ് കമ്പനിക്കാണ് പുതിയ നിർമ്മാണ ചുമതല. ജൂലൈ അവസാനത്തോടെ പണികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും. കാട്ടകമ്പൽ വടക്കേകാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിച്ചാൽക്കടവ് പാലം നിർമ്മാണം ആരംഭിച്ചു. മുൻ കരാറുകാരൻ പണി ഉപേക്ഷിച്ചതിനെ തുടർന്ന് നിലമ്പൂർ ABM4 ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ് പണി ഏറ്റെടുത്തത്. 9 മാസത്തിനകം പണി പൂർത്തിയാക്കും. പാലം പണി ആരംഭിച്ച് 18 വർഷം പൂർത്തിയാകുമ്പോഴാണ് പുതിയ പ്രതീക്ഷയുമായി വീണ്ടും നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. കോൾപ്പാടത്ത് നൂറടിത്തോടിനു കുറുകെ 46 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ വീതിയിലുമാണ് പാലവും ചെക്ക് ഡാമും പണിയുന്നത്. 9.20 മീറ്റർ നീളത്തിൽ 5 സ്പാനുകളിലായാണ് നിർമ്മാണം. ഇതിനു പുറമെ പാലത്തിന്റെ ഇരുവശത്തുമായി 110 മീറ്റർ റോഡും നിർമ്മിക്കും. 2.50 മീറ്റർ ഉയരമുള്ള പാലത്തിലെ ചെക്ക് ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി FRP ഷട്ടറുകളാണ് ഉപയോഗിക്കുക. നിർമ്മാണത്തിന്റെ ആദ്യപടിയായി താൽക്കാലിക തടയണ നിർമ്മാണം ആരംഭിച്ചു. ഇതിനായി 130ഓളം തെങ്ങിൻ തടികൾ ഉപയോഗിച്ച് തടയണ കെട്ടുന്നതിന്റെ പണികളാണ് പുരോഗമിക്കുന്നത്. തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ തോടിന്റെ കിഴക്കുവശത്ത് കുറച്ചുഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. 2005-ൽ ഇവിടെ പാലം നിർമ്മാണം തുടങ്ങിയെങ്കിലും വൈകാതെ നിർത്തി. പിന്നീട് 10 കോടി രൂപ ചെലവിൽ പാലവും തടയണയും പണിയാൻ പദ്ധതിയായി. 2018 ഡിസംബറിൽ വീണ്ടും നിർമ്മാണം ആരംഭിച്ചെങ്കിലും കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിലച്ചു. ചെക്ക് ഡാമിനുള്ള 920 പ്രീകാസ്റ്റ് കോൺക്രീറ്റ് കാലുകൾ നിർമ്മാണമായിരുന്നു പ്രധാനമായി നടന്നത്. മൈനർ ഇറിഗേഷൻ വകുപ്പ് 9.5 കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിട്ടുണ്ടായിരുന്നത്. മുൻ കരാറുകാരൻ നടത്തിയ പണികളുടെ തുക കിഴിച്ച് 8.55 കോടി രൂപയ്ക്കാണ് പുതിയ കരാർ. പദ്ധതി പൂർത്തിയായാൽ വെട്ടിക്കടവ് മുതൽ കരിച്ചാൽക്കടവ് വരെയുള്ള 1100 ഏക്കർ പുഞ്ചകൃഷിക്കും പ്രയോജനമാകും. കൂടുതൽ തൊഴിലാളികളെ ഷിഫ്റ്റുകളാക്കി തിരിച്ച് പറഞ്ഞ കാലാവധിക്കുള്ളിൽ വർക്കുകൾ തീർക്കുമെന്ന് കമ്പനി കരാറുകാരൻ പറഞ്ഞു. CCTV ന്യൂസ് പുന്നയൂർകുളം.